ഹലോ ഫ്രണ്ട്സ്. അങ്ങനെ ഈ ചാനലിൽ ഹൊറർ റെക്കോർഡുകളായിട്ട് മാത്രം വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ ആദ്യമായിട്ട് ഫേസ് റിവീൽ ചെയ്തുകൊണ്ടൊരു വീഡിയോ എടുക്കുകയാണ്. ഇന്നൊരു ബുക്ക് റിവ്യൂ വീഡിയോയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. മലയാളത്തിലെ ഒട്ടുമിക്ക ഹൊറർ നോവലുകളും വായിച്ചിട്ടുണ്ട്. അഖിൽ പി ധർമ്മജൻ, അനുരാഗ് ഗോപിനാഥ് പോലുള്ള എഴുത്തുകാരുടെ ഹൊറർ ബുക്കുകൾ വായിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും ഏറെ എനിക്ക് ത്രില്ലടിപ്പിച്ച ഒരു നോവലായിട്ട് ഇന്ന് എസ്.കെ. ഹരിനാഥിൻ്റെ കറുത്തച്ഛൻ എന്ന നോവലിൻ്റെ റിവ്യൂ ആണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഏറെ പേടിപ്പെടുത്തുന്നത്, നമുക്ക് മനുഷ്യർക്ക് എല്ലാവർക്കും ഒട്ടുമിക്ക ആളുകൾക്കും ഉള്ള ഒരു വികാരമാണ് ഭയം. രാത്രി കാലങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രേത സിനിമയൊക്കെ കണ്ടിട്ട് ഉറങ്ങുമ്പോൾ അതിലെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് മനസ്സിൽ വരാറുണ്ട്. പക്ഷേ ഇത് അതേപോലൊരു കൊടൂര ഹൊറർ ട്രീറ്റ് സാധനമാണ് കറുത്തച്ഛൻ. ഇത് ഒട്ടുമിക്ക ഈ നോവൽ പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നത് ഈ സാത്താൻ സേവ, പിശാചുകളെ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ ഈ സാത്താനോട് ബലി കൊടുക്കുക, അങ്ങനത്തെയൊക്കെയുള്ള ഒരു ടോപ്പിക്ക്. നമ്മൾ ഇങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായി കേട്ടുവരുന്ന ഒരു സംഭവം. അതിനെ ഒരു കഥയുടെ രൂപത്തിലേക്ക് അല്ലെങ്കിൽ അതിനെ ഒരു കഥയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് എസ്.കെ. ഹരിനാഥ് തയ്യാറാക്കിയ ഒരു നോവൽ. ഈ നോവൽ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കറുത്ത ലോഹയിട്ട ആൾക്കാരൊക്കെ ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന പോലെയൊക്കെയുള്ളൊരു ഫീല്. ഇതിനകത്ത് മലയാളത്തിൻ്റെ ഡ്രാക്കുള നോവൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കറുത്തച്ഛനെ. കാരണം അതുപോലൊരു ത്രില്ലിങ് ഒരു സാധനമാണ് കറുത്തച്ഛൻ. നിങ്ങൾ ഇത്രയും നാൾ വായിച്ചിട്ടുള്ളത് വെച്ച് ഇപ്പം രാത്രി 12-ന് ശേഷം അഖിൽ പി ധർമ്മജൻ്റെ, അതുപോലെ ഓജോ ബോർഡ്, അതിപ്പോൾ സിനിമയാവാൻ പോകുന്ന പോലെ ഈ ഇടയ്ക്ക് പോസ്റ്റൊക്കെ കണ്ടായിരുന്നു, ഓജോ ബോർഡ്. പിന്നെ നമ്മുടെ അനുരാഗ് ഗോപിനാഥിൻ്റെ സൈറ, ഒരു പാവയുടെ കഥ. ഇങ്ങനെ ഒട്ടുമിക്ക ഹൊറർ നോവലുകൾ മലയാളത്തിൽ വരുന്നുണ്ട്. പക്ഷേ കറുത്തച്ഛൻ ഒരു ഗംഭീര ട്രീറ്റാണ്. ഇപ്പം എസ്.കെ. ഹരിനാഥ് എഴുതിയ നോവലുകളിൽ വെച്ച് നോക്കുമ്പം കറുത്തച്ഛനാണ് മാസ്റ്റർ പീസ് നോവൽ എന്നെനിക്ക് തോന്നി. നിങ്ങളുടെ ഇപ്പോൾ ബാക്കിയുള്ള വായനക്കാരുടെ ഒന്നും എനിക്കറിയത്തില്ല. കുമരൻ എന്ന് പറയുന്ന നോവൽ ഇപ്പം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കുമരൻ നോവൽ ഇതേപോലെ ഒരു കൂട്ടം ഹൊറർ സ്റ്റോറീസൊക്കെ വെച്ച് എഴുതി വെച്ച ഒരു ബുക്കാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ കറുത്തച്ഛൻ ഒരു ഒറ്റ നോവലാണ്, 215 പേജിനകത്ത് ഒതുങ്ങുന്ന ഒരു നോവൽ. വളരെ ത്രില്ലടിപ്പിക്കുന്ന നോവൽ. ഇതിനകത്ത് കഥയൊന്നും സ്പോയിൽ ചെയ്യുന്നില്ല. പക്ഷേ ഇതിനൊരു സാരാംശം പറയുകയാണെങ്കിൽ, തൻ്റെ കാമുകിയായ ഐറിൻ്റെ അപ്രതീക്ഷിതമായ ആത്മഹത്യയെ തുടർന്നുകൊണ്ട് അവൾ എന്തുകൊണ്ട് മരിച്ചു എന്ന് അന്വേഷിച്ചിറങ്ങുന്ന ഷെഫീഖ് എന്ന കാമുകൻ്റെ അന്വേഷണം, പിന്നെ പിന്തുടർന്നു പോകുന്ന അനവധി കഥാപാത്രങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു നോവലാണ് കറുത്തച്ഛൻ. ഇത് തീർച്ചയായിട്ടും വായിച്ചു കഴിയുമ്പോൾ വായനക്കാരുടെ ഉള്ളിലൊരു എന്തായാലും ഒരു പേടി കാണും, അത് ഉറപ്പാണ്. ഇതൊരു സിനിമയ്ക്കുള്ള സ്കോപ്പുള്ള സ്റ്റോറി ലൈനാണ്. ഇതിങ്ങനെ വികസിച്ച് 1-2 കഥാപാത്രങ്ങളിലോ ഒതുങ്ങുന്ന ഒരു നോവലല്ല. ഇനി ഇതിലേറ്റവും ഞെട്ടിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഈ നോവലിന് ഒരു 2ാം ഭാഗവും കൂടി ഉണ്ട്. അതായത് നമ്മൾ ഈ കഥയിലുടനീളം കണ്ടുകൊണ്ടിരുന്ന 3 കഥാപാത്രങ്ങൾ പകുതിക്ക് വെച്ച് കാണാതെ പോവുകയും മിസ്സിങ് ആവുകയും ഈ 6 പ്രേതങ്ങളെ തളച്ചു കഴിയുമ്പം ലാസ്റ്റ് ഈ 3 പേര് അടുത്ത 2ാം ഭാഗത്തിലെ പ്രേതങ്ങളായി മാറുകയും ചെയ്യുന്ന ഒരു ഞെട്ടിക്കുന്ന രീതിയിലാണ് ഈ നോവൽ കൊണ്ട് നിർത്തുന്നത്. ഇത് സ്പോയിലറൊന്നും ചെയ്തതല്ല, പക്ഷേ ഈ നോവൽ വായിക്കുമ്പോൾ നിങ്ങളൊരു ത്രില്ലിലേക്ക് വരും. പരമാവധി ഈ നോവൽ വായിച്ചവർ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്കിത് പറഞ്ഞാൽ മനസ്സിലാവും. കാരണം അതേപടി ത്രില്ലടിപ്പിക്കുന്ന അനുഭവമാണ് കറുത്തച്ഛൻ എന്ന നോവൽ പങ്കുവയ്ക്കുന്നത്. ഇതേപോലെ ഒരു നോവൽ ഞാൻ ഇത്ര നാളായിട്ടും വായിച്ചിട്ടില്ല. കാരണം ഇതൊരു കിടിലൻ ട്രീറ്റ്. നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമയായ കോഞ്ചറിങ് ഒക്കെ നണ്ണൊക്കെ കണ്ടിരിക്കുന്ന പോലെ ക്ലൈമാക്സ് സീനൊക്കെ കുരിശു വെച്ച് തളച്ച് 6 പ്രേതങ്ങൾ 4 വഴിക്ക് ചിതറുന്ന, അതേപോലെ മെയിനായിട്ടുള്ള അതിനകത്തൊരു കറുത്തച്ഛൻ ആംബ്രോസ് എന്നറിയപ്പെടുന്ന ഒരു മന്ത്രവാദി പുരോഹിതൻ, അയാളുടെ പ്രേതം വരുന്നു, വാളെറിഞ്ഞ് പുള്ളിയെ വീഴ്ത്തുന്നു. അങ്ങനത്തെയൊക്കെ ഒത്തിരി രംഗങ്ങൾ അടങ്ങുന്ന നല്ല ത്രില്ലിംഗ് ആണ്, ഒരു എൻഗേജിങ് ആയിട്ട് തോന്നി പിടിച്ചിരുത്ത് നമ്മളെ വായിപ്പിക്കുന്ന നോവലാണ് കറുത്തച്ഛൻ. ഇത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ലൈബ്രറികളിലോ അല്ലെങ്കിൽ പബ്ലിക് ബുക്ക് സ്റ്റാളുകളിലോ നിങ്ങളുടെ വായനാശാലകളിലൊക്കെ ഒരുപാട് കിട്ടുന്ന ഒരു നോവലാണ്. ഇത് ഞാനിവിടെ തൊട്ടടുത്തുള്ള ബുക്ക് സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത്. 310 രൂപയായി പുസ്തകത്തിന്. ഗ്രീൻ ബുക്ക് പബ്ലിക്കേഷൻ്റെ ആണ്. അതായത് ഇതിൻ്റെ തന്നെ 45ാമത്തെ പതിപ്പാണ് ഞാൻ വാങ്ങിച്ചത്. ബാക്കി എല്ലാ പതിപ്പുകളും വിറ്റഴിഞ്ഞു പോയി. ഇപ്പോഴും അവരത് വിറ്റുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ ഇപ്പോഴും അന്വേഷിച്ച് വരുന്ന ഒരു നോവൽ. ഇപ്പോൾ കുമരൻ പുള്ളിയുടെ ഭയങ്കര ഫേമസ് ആയി.
വായനാശാലകളിലൊക്കെ ഉണ്ട് കുമരൻ ഞാൻ വായിക്കാനായിട്ട് ഇപ്പോൾ എടുത്തു വച്ചേക്കുകയാണ്. കറുത്തച്ഛൻ്റെ ഒരു റിവ്യൂ ആണ് നിങ്ങളിലേക്ക് തരാൻ ഉദ്ദേശിച്ചത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ രേഖപ്പെടുത്തുക. നിങ്ങൾ കറുത്തച്ഛൻ ബുക്ക് വായിച്ചിട്ടുള്ളവരാണോ എങ്കിൽ നിങ്ങളുടെ ഈ നോവലിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. താങ്ക് യു.